ഹലോ ഗൈസ്, പൊന്നുമോൻ്റെ യൂട്യൂബിലോട്ട് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളുടെ കണയാട്ടത് നമ്മളെങ്ങോട്ട് പോകണമെന്നില്ല, വല്ലപ്പുഴയിൽ നിന്ന് ഷൊർണൂരിലോട്ട് ട്രെയിൻ കയറാം. ഷൊർണൂർക്ക് പോകാൻ വഴിയുണ്ട്, പക്ഷെ അവിടെ പണി കാരണം നമ്മൾ വല്ലപ്പുഴ വഴി ട്രെയിനിനായിട്ട് പോണത്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ഷോകടി വീണില്ല, നമ്മൾ നേരതായി എത്തിയിരിക്കുന്നു കടലിലോട്ട്. ഞാൻ ചെന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊന്നൂസും പോകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നൊരു ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നേരെ ഇനി കടലിലോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ് ഗൈസ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ വാങ്ങിച്ചിട്ട് ഇന്നത്തൊക്കെ പോകാം ഗൈസ്. അപ്പോൾ അതാട്ടോ, അപ്പോൾ നമ്മളിപ്പോൾ അതാ ഗൈസ് നമ്മളെ സൂര്യണ്ണൻ സുഖമായിട്ട് ഇരിക്കണ തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിയെ ഷോകടിപ്പിക്കാൻ ചെന്ന് ഇറങ്ങിച്ചെല്ലാം. അതിലൊരുപാട് പേരിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്, ചെല്ലാം ഇനി. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ അച്ഛനും പൊന്നൂസും എന്തൊക്കെ വാങ്ങുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു ആയിരിക്കറിയാം. എന്തായാലും ഒരു പൈനാപ്പിൾ തന്നു കഴിക്കാൻ, അവൾക്ക് വാങ്ങാം. അപ്പോൾ ഗൈസ് ഇതാ വരുന്ന വെള്ളം തോട്ടാണ്ട് ഗൈസ്, വെള്ളം വന്ന് നല്ല രസമുണ്ട്. എന്തായാലും കോഴിക്കോട് ബീച്ചാണ് ഗൈസ് നമ്മൾ ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം വന്നത്. എന്നാൽ ലാസ്റ്റ് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഇതിനൊരു സർപ്രൈസ് ഇല്ല, എനിക്ക് ആദ്യമായിട്ട് കേൾക്കാം, എനിക്ക് കുറച്ച് സങ്കടമുള്ള ഒരു ഇതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇതാപ്പോൾ കടലിലോട്ട് അങ്ങനെ കുറേ നേരം ഇവിടെ തന്നെ നിൽക്കുന്നു. തിര വരുന്നു പോകുന്നു. അങ്ങനെ ഞാൻ വേറൊരു ബുദ്ധി ആലോചിച്ചു. വേറെ ഒന്നല്ല, നമ്മളുടെ കുറേ വീഡിയോസിലുണ്ട് ജ്യോതിന്ന് എഴുതി വായിക്കുന്നു. എന്തായാലും മായ്ക്കാൻ നോക്കാം, പക്ഷെ അത് അത്രയ്ക്ക് കിട്ടിയില്ല മായ്ച്ചത്. പക്ഷെ പൊന്നൂസിനെ പിടിച്ചുകൊണ്ട് അത് മായ്ക്കണ സീന് നമുക്കാർക്കും കാണാനും പറ്റിയില്ല. എന്തായാലും പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും നമ്മളെ സൂര്യണ്ണ ഉദിച്ച് പോകുന്നുണ്ട്. മായ്ച്ചത്തില്ലേട്ടത് വരും വെള്ളം, മായ്ക്കാൻ കുറേ സമയം എടുക്കും. അത് മായ്ക്കുമ്പോഴത്തേന് അമ്മാറിന് സമയം കുറേ വന്നാൽ അറിഞ്ഞു. അപ്പോഴാണ് ഒട്ടകത്തിന് കാണുന്നത്. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഒട്ടകത്തിലേക്ക് ഒന്ന് കാണുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കയറണോ. നമ്മൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, പിന്നെ പേടിയാണോയെന്ന് വിചാരിച്ചിരിക്കേണ്ട വിചാരിച്ച് ഞാൻ കയറി. കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഏതോ ഒരു സിനിമയത്തെ ഒരു അനുഭവം പോലെ അടിപൊളി. ചെറിയൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നടന്നു പോവുകയാണ് ഗൈസ്, ഒരു പേടിയില്ല. ഒട്ടകമേ ഒന്നും ചെയ്യരുതേ എന്ന്. ഇങ്ങനെ നമ്മൾ നേരെ നടന്നു പോവാണ്. നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് പറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്ത് വീഡിയോ ഉണ്ടാക്കുമ്പോൾ പൊന്നൂസ് വന്നതിൽ ശബ്ദം ഉണ്ടാക്കി ആലങ്കോലാക്കുക, അതുകൊണ്ടാട്ടോ ഗൈസ്. എന്നാലും നമ്മൾ 2024 അവസാനത്തെ വീഡിയോ ഇനി നമുക്ക് 2025 കാണാം കേട്ടോ ഗൈസ്. എന്തായാലും നമ്മളെ വീഡിയോ അവസാനിച്ചെന്ന് വിചാരിക്കണ്ട, വീഡിയോ കുറേ ഉണ്ട്. ഞാൻ കുറേ നേരമായി ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കണം, പക്ഷെ ഞണ്ടിനെതിരെ കിട്ടുന്നേയില്ല. ഭ്രാന്ത് വന്നപ്പോൾ അമ്മടുത്ത് ഞാൻ പറയാം മിഠായി തെരുവ് പോകണം. ചോറ് വേണമെന്ന് സമയമില്ല പറഞ്ഞു. പിന്നെ പോകാമെന്നെങ്കിൽ വിചാരിച്ചു. പിന്നെ ഞങ്ങളങ്ങോട്ട് പോയി. പൊന്നൂസിനെ അച്ഛൻ എനിക്ക് പേടിയാണ്, കാരണം അവൾ ഒരു പ്രാവശ്യം മുന്നാണ് കണ്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും മുറുക്ക പിടിച്ച് ചേർക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ മുട്ടായി തെരുവ് ഗൈസ്. ഇപ്പോൾ മുട്ടായി തെരുവ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് മുട്ടായി തെരുവൊക്കെ. ഇതൊക്കെയാണ് നമ്മളെ മുട്ടായി തെരുവ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. 2025 നമ്മളെ ന്യൂ ഇയറിൻ്റെ വീഡിയോ വേറെ വരുന്നത്. അപ്പോൾ കാണാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്.